പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ വൻ ക്രമക്കേട് നടന്നിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത്. ആസൂത്രണ ബോർഡിലെ ഉന്നത പരീക്ഷയിലാണ് അട്ടിമറി നടന്നതായ ഒരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നത്. അഡീഷണൽ സെക്രട്ടറിക്ക് തതുല്യമായ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിലാണ് PSCയുടെ ഭാഗത്തു നിന്നും ഒരു ക്രമക്കേട് ഉണ്ടായതായി ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ തന്നെ ആരോപിക്കുന്നത്. പരീക്ഷ എഴുതിയ പലരുടെയും 10 ഉത്തരങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇത് കേരള PSCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തത്തിലുണ്ടായ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇത് വിലയിരുത്തുന്നത്. ഉത്തരക്കടലാസിന്റെ പകർപ്പ് പരിശോധനയിലാണ് മാർക്ക് നൽകിയില്ല എന്ന ഒരു ഗുരുതരമായ ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. പരീക്ഷ കഴിഞ്ഞ് PSC അതിവേഗം നിയമന ശുപാർശ നൽകിയിരുന്നു എന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പറയുകയാണ്. പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയത് ഇടത് അനുകൂല സംഘടനയിലെ അംഗമാണെന്ന് പരീക്ഷ എഴുതിയ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ഇതിനു മുന്നേ അതായത് കേരള PSCയിൽ ഒരു പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ തന്നെ കേരള പോലീസുമായി ബന്ധപ്പെട്ട് CPO പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾക്ക് അതായത് 2 ഇടത് അനുകൂല സംഘടനയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അതായത് SFIയിലെ 2 ഉദ്യോഗാർത്ഥികൾക്ക് 1ഉം 2 റാങ്കുകൾ ലഭിച്ചിരുന്നു. അവിടെ PSCയുടെ ഒരു ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായി. അതേ തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു ആരോപണമാണ് ഇപ്പോൾ PSCക്ക് നേരെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഉയർത്തുന്നത്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിലായിരുന്നു നിയമനം. അതായത് അതിവേഗത്തിലുള്ള ഒരു നിയമനം PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് വലിയ രീതിയിലുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ജനിപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികൾ ഒന്നടക്കം ഇപ്പോൾ പറയുന്നത്. പിഴവ് തിരുത്താതെയാണ് അതിവേഗം PSCയുടെ ഭാഗത്ത് നിന്നും നിയമന ശുപാർശകൾ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ നേരിട്ട് ഉപദേശം നൽകുന്ന ആസൂത്രണ ബോർഡിലെ ഉന്നത പദവിയിലേക്കാണ് വഴിവിട്ട ഒരു നിയമനം നടത്തിയതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരു ഒഴിവിലേക്ക് മാത്രമുള്ള പദവിയിലേക്ക് എഴുത്ത് പരീക്ഷ നേരത്തെ നടന്നിരുന്നു. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിലാണ് PSC നിയമന ശുപാർശ നൽകിയത്. എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാർക്ക് വ്യക്തമാക്കാതെയാണെന്നും അഭിയോഗത്തിലും എഴുത്ത് പരീക്ഷയിലും കിട്ടിയ മാർക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും മറച്ചുവെച്ചുവെന്നാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പരാതിയിൽ പറഞ്ഞത്. പരീക്ഷയിൽ 100 മാർക്കിന്റെ 2 പേപ്പറുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2ാം പേപ്പറിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഒന്നടക്കം ആരോപിക്കുന്നത്. 2ാം പേപ്പറിൽ 100 മാർക്കിന് 28 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു ഉദ്യോഗാർത്ഥി ഉത്തരക്കടലാസ് പരിശോധിച്ചപ്പോഴാണ് 9 മുതൽ 19 വരെയുള്ള ഉത്തരങ്ങൾക്ക് മാർക്ക് ഇട്ടിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പരീക്ഷ എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള OMR പരീക്ഷയല്ല, വിവരണാത്മകമായ പരീക്ഷയാണ്. ഡിഗ്രി തലത്തിലുള്ള ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഓരോ ഉത്തരങ്ങളും വിവരിച്ച് എഴുതേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതിലാണ് വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുള്ളത്. 10 ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ 10 ഉത്തരങ്ങൾക്ക് PSC മാർക്ക് ഇട്ടിട്ടില്ല, PSC കണ്ടില്ല എന്ന് തന്നെ നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പറയുന്നത്. ഇതോടെയാണ് പരീക്ഷ PSC അട്ടിമറിച്ചു എന്ന സംശയം ഇപ്പോൾ ശക്തമായി ഒരു ബലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. 100 മാർക്കിന്റെ 58 മാർക്കിന്റെ ഉത്തരം പരിശോധിച്ചിട്ടില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. പരീക്ഷയുടെ ഉത്തരക്കടലാസ് നൽകാതെയും PSC ഒളിച്ചു കളിച്ചു എന്ന ആരോപണമാണ് ഉണ്ടായിരുന്നത്. ഈ പരീക്ഷയുടെ ഉത്തരക്കടലാസ് ഉദ്യോഗാർത്ഥികളുടെ കയ്യിലേക്ക് എത്താൻ 1 വർഷം സമയമെടുത്തു എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ആ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരക്കടലാസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PSCയിലേക്ക് നമ്മളൊരു കത്ത് കൊടുക്കുമ്പോൾ അവർ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനകം തന്നെ തരും. പക്ഷേ ഇവിടെ 1 വർഷം എടുത്തു ഉത്തരക്കടലാസിന്റെ കോപ്പി ഉദ്യോഗാർത്ഥിയുടെ കയ്യിലേക്ക് നിയമപരമായി കിട്ടാൻ എന്നാണ് ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് PSCക്ക് നേരെ ഇപ്പോൾ ഉയർത്തുന്നത്. ഉത്തരക്കടലാസ് പകർപ്പിന് അപേക്ഷ നൽകിയവരെ 1 വർഷം PSC ഇട്ട് വട്ടം കറക്കിയിരിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരവും ഉത്തരക്കടലാസ് നൽകിയിട്ടില്ല. ഇതിന് പിന്നാലെ ആസൂത്രണ ബോർഡിലെ ഉന്നത നിയമനത്തിൽ ക്രമക്കേട് ആരോപിച്ച ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ്. പരാതിയിൽ 3 ആഴ്ചക്കുള്ളിൽ മറുപടി നൽകാൻ PSCയോട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാർക്ക് വ്യക്തമാക്കാതെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതെന്നാണ് ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അഭിയോഗത്തിലും എഴുത്ത് പരീക്ഷയിലും കിട്ടിയ മാർക്ക് ഉദ്യോഗാർത്ഥികൾ 2 ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം തന്നെ മറച്ചു വെക്കുന്ന ഒരു രീതിയിലേക്ക്, അതായത് അഭിയോഗത്തിലും അതോടൊപ്പം തന്നെ പരീക്ഷയിലും കിട്ടിയ മാർക്ക് എത്രയാണെന്ന് പോലും ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ടത് അവരുടെ പ്രാഥമികമായ ഒരു കടമയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അത് എല്ലാം PSC ഹനിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു.